Hello students, welcome back to my next class. ഇന്ന് നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ആണ് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗിലെ നെക്സ്റ്റ് പ്രോബ്ലം ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഫിക്സഡ് കോസ്റ്റ് റുപ്പീസ് 1 lakh, മാർജിനൽ കോസ്റ്റ് റുപ്പീസ് 2 per യൂണിറ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്. ദെൻ കറണ്ട് സെല്ലിംഗ് പ്രൈസ് 3.50 per unit, output 50,000 unit. Suggest whether the company should sell the product or not. കമ്പനി ഈ ഒരു സിറ്റുവേഷനിൽ കമ്പനി ഇത് സെയിൽ ചെയ്യണോ പ്രൊഡ്യൂസ് ചെയ്യണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, കറണ്ട് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാം. നമുക്ക് എത്രയാണ് ടോട്ടൽ കോസ്റ്റ് വരിക എന്ന് നമുക്ക് നോക്കാം. ആദ്യം 50,000 ആണ് നമ്മുടെ ഔട്ട്പുട്ട്. യൂണിറ്റ് ആണ് നമ്മളുടെ ഔട്ട്പുട്ട് വരുന്നത്. ദെൻ നമുക്ക് വേരിയബിൾ കോസ്റ്റ് ആദ്യം എഴുതി വെക്കാം. വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 50,000 into 2, 2 രൂപ വെച്ചിട്ട് അല്ലെ, 2 rupees വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് 1 lakh. That is 1 lakh. ഇനി നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കാണാം. ഫിക്സഡ് കോസ്റ്റ് is equal to 1 lakh. It's already given in the problem. So total cost is equal to 2 lakh. Total cost is equal to 2 lakh. We got total cost 2 lakhs. Now we can find the cost per unit. Cost per unit is equal to total cost divided by number of units. Total cost divided by number of units. Total cost is equal to 2 lakhs divided by number of units 50,000. So cost per unit is equal to 4 per unit. 4 per unit. നമുക്ക് ഈ ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 4 rupees ആണ് വരുന്നത്. കോസ്റ്റ് നമുക്ക് 4 rupees വരുന്നു. പക്ഷെ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് പറയുന്നു? 3.50 ആണ് കോസ്റ്റ്. സെല്ലിംഗ് പ്രൈസ് 4 per unit ആണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രൊഡക്ഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. നമുക്കിനി ഇവിടെ വെച്ച് പ്രൊഡക്ഷൻ നമുക്ക് നഷ്ടമാണ്, കാരണം 4 രൂപയാണ് കോസ്റ്റ്, 3.50 ആണ് സെല്ലിംഗ് പ്രൈസ്. കമ്പനി പ്രൊഡക്ഷൻ നിർത്താന്ന് വിചാരിക്കും. ഇപ്പൊ കമ്പനി ഈസ് ഡിസൈഡഡ് ടു സ്റ്റോപ്പ് ദ പ്രൊഡക്ഷൻ. കമ്പനി പ്രൊഡക്ഷൻ നടത്താണെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ ഒഴിവാക്കിയാലും ഈ 1 lakh, അതായത് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എങ്ങനെയായാലും വരും. കമ്പനി പ്രൊഡക്ഷൻ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് 1 lakh നമ്മുടെ നഷ്ടമാണ്. കാരണം ഫിക്സഡ് കോസ്റ്റിലെ ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ റെന്റ്, പെർമനന്റ് സ്റ്റാഫിന്റെ സാലറി, ഇതെല്ലാം നമ്മൾ കൊടുക്കണം. പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് പ്രൊഡക്ഷൻ നിർത്തുകയാണെങ്കിൽ നമുക്ക് 1 lakh rupees നമുക്ക് എന്താണ്? നഷ്ടമാണ്. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ കോസ്റ്റ് പ്രൈസ് 4 ആണ് അല്ലെ, സെല്ലിംഗ് പ്രൈസ് 3.50. നോക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് കൂടുതലാണ്. നമ്മൾ അങ്ങനെ പ്രൊഡക്ഷൻ വേണമെങ്കിൽ നമുക്ക് നിർത്താം, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പ്രൊഡക്ഷൻ നമ്മൾ നിർത്തുകയാണെങ്കിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് വരില്ല, പക്ഷെ ഫിക്സഡ് കോസ്റ്റ് അപ്പോഴും നമുക്ക് 1 lakh വരും. ഇഫ് വി ഡിസൈഡഡ് ടു സ്റ്റോപ്പ് അവർ പ്രൊഡക്ഷൻ, വി വിൽ ഹാവ് ടു സഫർ ദ കോസ്റ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ്. That is 1 lakh rupees as loss. അല്ലെ, നമുക്കൊരു 1 lakh rupees നമുക്ക് നഷ്ടമായിട്ട് വരും. If we are decided to continue the production, ഇനി നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 1 lakh നമുക്ക് ലോസ് വരും. ഇനി കണ്ടിന്യൂ ചെയ്യാണ്, the business is going to continuing its operation. ബിസിനസ് അതിന്റെ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? നമുക്ക് എത്ര ലോസ് ആണ് വരിക?
ഓക്കെ, സെയിൽസ് നമുക്കറിയാം 50,000 യൂണിറ്റ് ആണ് അല്ലെ. 50,000 ഇൻറ്റു എത്ര രൂപ വെച്ചിട്ടാണ് സെല്ലിംഗ് പ്രൈസ്? 3.50. 50,000 into 3.50, that is 1,75,000. ടോട്ടൽ കോസ്റ്റ് നമുക്ക് എത്ര വരുന്നുണ്ട് എഴുതി വെക്കാം. നമുക്ക് സെയിൽസിൽ നിന്ന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യാം. അപ്പോഴാണ് പ്രോഫിറ്റോ ലോസോ നമുക്ക് കിട്ടുക. ടോട്ടൽ കോസ്റ്റ് ലെസ് ടോട്ടൽ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് 1 lakh, വേരിയബിൾ കോസ്റ്റ് 1 lakh, that is 2 lakh. സോ നമുക്ക് വരുന്നത് -25,000 ആണ്. -25,000 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ലോസ് ആണ്. അപ്പൊ കമ്പനി ഓപ്പറേഷൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് 1 lakh നഷ്ടം വരും. കാരണം വേരിയബിൾ കോസ്റ്റ് ഇല്ല എങ്കിലും ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മൾ നമ്മുടെ ഓപ്പറേഷൻസ് തുടങ്ങുകയാണെങ്കിൽ, തുടർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് 2 lakhs കോസ്റ്റ് വന്നാലും സെയിൽസ് നമുക്ക് 1,75,000 നടക്കുന്നുണ്ട്. സോ അവർ ലോസ് വിൽ ബി റെഡ്യൂസ്ഡ് ടു 25,000. ഇറ്റ് ഈസ് പ്രിഫറബിൾ ഫോർ ദ കമ്പനി ടു കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻ. നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്റ്റുകളാണ്. ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്റ്റുകളാണ്. പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് ബി. പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് ബി. ഇവിടെ നമ്മളോട് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ ₹20 for A, 25 for B. വേജസ്, ഡയറക്റ്റ് വേജസ് അറ്റ് ₹2 per hour. മണിക്കൂറിന് 2 രൂപ വെച്ചിട്ട് എയില് ഡയറക്റ്റ് വേജസ് 5 ആണ്, ബിയില് 7.5 ആണ്. സെല്ലിംഗ് പ്രൈസ് എക്ക് 60 ആണ്, ബിക്ക് 100 ആണ്. വേരിയബിൾ ഓവർഹെഡ് 100% ഓഫ് ഡയറക്റ്റ് വേജസ്. ഫിക്സഡ് ഓവർഹെഡ് 10,000 per annum. വർഷത്തിന് 10,000 ആണ് വരുന്നത്. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏത് സെയിൽസ് മിക്സ് ആണ് നമുക്ക് നല്ലത്. ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. എന്നിട്ട് അതിൽ ഏത് സെയിൽസ് മിക്സ് ആണ് നമുക്ക് കുറച്ചും കൂടി പ്രിഫറബിൾ. 50 യൂണിറ്റ് ഓഫ് എ എടുക്കാം, 300 യൂണിറ്റ് ഓഫ് ബി, ഒരു കോമ്പിനേഷൻ. 900 യൂണിറ്റ് ഓഫ് എ മാത്രം നമുക്ക് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. 600 യൂണിറ്റ്സ് ഓഫ് ബി മാത്രം വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. 600 യൂണിറ്റ് ഓഫ് എ ആൻഡ് 200 യൂണിറ്റ് ഓഫ് ബി. ഇങ്ങനെ 4 കോമ്പിനേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ഏത് കോമ്പിനേഷൻ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണ് വിച്ച് ക്യാൻ ബ്രിങ് മാക്സിമം പ്രോഫിറ്റ് എന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 2 പ്രൊഡക്റ്റുകൾക്കും സെപ്പറേറ്റ് കാണിക്കാം. എ, ബി 2 പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ സെപ്പറേറ്റ് കാണിക്കാം. ആദ്യം നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എക്ക് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് 60 ആണ്, ബിക്ക് 100 ആണ്. ബിക്ക് 100 ആണ്. ലെസ് വേരിയബിൾ കോസ്റ്റ്. ലെസ് വേരിയബിൾ കോസ്റ്റ്. ഏതൊക്കെയാണ് ഇവിടെ വേരിയബിൾ കോസ്റ്റ് വരിക? ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയബിൾ കോസ്റ്റ് ആണ്, ഡയറക്റ്റ് വേജസ് ലേബർ വേരിയബിൾ കോസ്റ്റ് ആണ്, വേരിയബിൾ ഓവർഹെഡ്. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് എഴുതാം 20, 25. ഡയറക്റ്റ് മെറ്റീരിയൽ 20, 25. ദെൻ ഡയറക്റ്റ് വേജസ്. ഒരു അവറിന് 2 രൂപ വെച്ചിട്ട് എക്ക് 5 മണിക്കൂറാണ് വരുന്നത് അല്ലെ. 5 into 2, that is 10. ബിക്ക് 2 per hour ആണ്, 7.5 ആണ് വരുന്നത്. സോ 15 ആണ് ബിയുടെ ഡയറക്റ്റ് വേജസ് വരുന്നത്. ദെൻ വേരിയബിൾ ഓവർഹെഡ്. വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത് 100% ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് തന്നെയാണ് വേരിയബിൾ. അതിന് 100% അത് തന്നെയാണ് വരിക. സോ ദാറ്റ് ഈസ് 10, 15. 10, 15. സോ നമുക്ക് ടോട്ടൽ ചെയ്യാം. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യില്ല. നമ്മൾ ഡയറക്റ്റ് എഴുതിയോണ്ട് മൈനസ് സിമ്പിൾ ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് കിട്ടുക കോൺട്രിബ്യൂഷൻ. ഇവിടെ നമുക്ക് 20 + 10 + 10, that is 40 ആണ് വേരിയബിൾ കോസ്റ്റ് വരിക. 60 - 40, 20 വരും. കോൺട്രിബ്യൂഷൻ നമുക്ക് 20 വരും. അറ്റ് ദ സെയിം ടൈം ഇവിടെ നമുക്ക് വരുന്നത് 25 + 15, 40, 40 + 15, 55, 55 - 100, 45.
ഇത് മൈനസ് ആണ് ഇട്ടിരിക്കുന്നത്, ബ്രാക്കറ്റ് ഉദ്ദേശിക്കുന്ന മൈനസ് ആണ്, മൈനസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എക്ക് കോൺട്രിബ്യൂഷൻ നമുക്ക് വരുന്നത് 20 ആണ്, ബിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് വരുന്നത് 45 ആണ്. ഇനി നമുക്ക് ഓരോ കോമ്പിനേഷൻസ് ആയിട്ട് ചെയ്തു നോക്കാം. ഓരോ കോമ്പിനേഷൻസ് ചെയ്തു നോക്കും. ആദ്യം നമ്മൾ എയുടെയാണ് ചെയ്യുന്നത്. എയുടെ കോമ്പിനേഷൻ 1. കോമ്പിനേഷൻ 1. കോമ്പിനേഷൻ 1ൽ നമ്മൾ ഈ കോൺട്രിബ്യൂഷന്റെ ബേസിലാണ് നമ്മൾ ശരിക്കും ഇത് ഏത് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ നോക്കും. കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ എഴുതി വെക്കാം നമുക്ക്. കോൺട്രിബ്യൂഷൻ ഓഫ് 450 യൂണിറ്റ്സ്. കോൺട്രിബ്യൂഷൻ ഓഫ് എയുടെയാണ് നമ്മൾ കാണുന്നത്. കോൺട്രിബ്യൂഷൻ ഫോർ 450 യൂണിറ്റ്സ്. എത്രയാണ് എയുടെ കോൺട്രിബ്യൂഷൻ വരുന്നത്? 20 അല്ലെ. അപ്പൊ നമുക്ക് വരിക 9000 ആണ് വരിക. 9000 ആണ് വരിക. അതായത് എയുടെ കോൺട്രിബ്യൂഷൻ 20 ആണ്. 450 യൂണിറ്റ് എയിൽ നിന്ന് എടുക്കുമ്പോൾ 9000. ബിയുടെ വരുന്നത് എഴുതി വെക്കാം 300 ആണ്. അതിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് 45 ആണ്. 300 into 45. സോ നമുക്ക് കിട്ടുന്നത് 13,500 ആണ്. ഇതാണ് രണ്ടിന്റെയും കൂടെ കോൺട്രിബ്യൂഷൻ നമുക്ക് വരുന്നത്. നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ 22,500. ടോട്ടൽ നമുക്ക് വരുന്നത് കോൺട്രിബ്യൂഷൻ നമുക്ക് വരുന്നത് 22,500. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസസ് ആണ് ഫിക്സഡ് കോസ്റ്റ്. എത്രയാണ് ഫിക്സഡ് കോസ്റ്റ്? 10,000 പെർ ആനം ആണ്. ഒരു വർഷത്തില് 10,000 ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ നമുക്ക് വരുന്നത് മൈനസ് ചെയ്യുമ്പോൾ 12,500 ആണ്. ദാറ്റ് ഈസ് ദ പ്രോഫിറ്റ്. ആദ്യത്തെ കോമ്പിനേഷനിലെ പ്രോഫിറ്റ് നമുക്ക് വരുന്നത് 12,500. ദെൻ നമുക്ക് നെക്സ്റ്റ് കോമ്പിനേഷൻ ചെയ്യാം. കോമ്പിനേഷൻ 2 എന്ന് പറയുന്നത് എയുടെ ബിയുടെയും എഴുതി വെക്കാം നമുക്ക്. എയില് 900 യൂണിറ്റ്സ് ആണ് അല്ലെ. 900 into എയുടെ കോൺട്രിബ്യൂഷൻ 20. സോ 18,000 ആണ് വരും. ഓക്കെ. ബിയുടെ നമ്മൾ എടുക്കുന്നത് ബി ഇല്ല, ആകെ എയുടെ മാത്രമേ എടുക്കണുള്ളൂ. കോമ്പിനേഷൻ 2ല് എ മാത്രമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണുള്ളൂ. അപ്പൊ നമുക്ക് 18,000 കോൺട്രിബ്യൂഷൻ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് മീറ്റ് ചെയ്യും. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് വരുന്നത് 10,000. അപ്പൊ 8,000 ആണ് നമുക്ക് വരുന്ന പ്രോഫിറ്റ്. രണ്ടാമത്തെ കോമ്പിനേഷൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് എയിലെ 900 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പ്രോഫിറ്റ് 8,000 ആണ്. ആദ്യത്തേല് നമുക്ക് വരുന്നത് 12,500 ആണ്. ഫസ്റ്റിൽ നമുക്ക് വരുന്നത് 12,500 ആണ്. സെക്കൻഡ് കോമ്പിനേഷനിൽ നമുക്ക് വരുന്നത് 8,000 ആണ് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ തേർഡ് കോമ്പിനേഷൻ ചെയ്യാൻ പോവാണ്. കോമ്പിനേഷൻ 3. കോമ്പിനേഷൻ 3ൽ പറയുന്നത് 600 യൂണിറ്റ് ഓഫ് ബി മാത്രമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 600 യൂണിറ്റ് ഓഫ് ബിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 45. ബിയുടെ കോൺട്രിബ്യൂഷൻ 45. നമുക്ക് വരുന്നത് 27,000 ആണ് വരിക. കോൺട്രിബ്യൂഷൻ വരുന്നത് 27,000. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നു. ലെസ് ഫിക്സഡ് കോസ്റ്റ് 10,000. It will bring a profit of rupees 17,000. പ്രോഫിറ്റ് വരുന്നത് 70,000. തേർഡ് എഴുതാം 70,000. Then next നമുക്ക് വരുന്നത് കോമ്പിനേഷൻ 4 ആണ്. കോമ്പിനേഷൻ 4ല് നമുക്ക് എ വരുന്നത് 600 യൂണിറ്റ് ആണ് എയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ കോൺട്രിബ്യൂഷൻ 20 വെച്ചിട്ട് 12,000. ബിയില് നമുക്ക് 200 യൂണിറ്റ് ആണ് നമ്മൾ എടുക്കണേ. 45. That is equal to 9,000. അപ്പൊ നമുക്ക് വരുന്ന 21,000 ആണ് കോൺട്രിബ്യൂഷൻ. ലെസ് ഫിക്സഡ് കോസ്റ്റ് 10,000. It will bring a profit of rupees 11,000. പ്രോഫിറ്റ് വരുന്നത് 11,000. അപ്പോൾ 4 കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ കോമ്പിനേഷനിൽ നമുക്ക് വരുന്നത് 12,500. രണ്ടാമത്തെ കോമ്പിനേഷനിൽ നമുക്ക് വരുന്നത് 8,000. മൂന്നാമത്തെ കോമ്പിനേഷനിൽ നമുക്ക് വരുന്നത് 17,000. നാലാമത്തെ കോമ്പിനേഷനിൽ നമുക്ക് വരുന്നത് 11,000. Out of these combinations, we will get maximum profit under combination 3. That is, it is favorable for the firm to produce the product B only.
which will give a maximum profit of rupees 17,000. അപ്പോൾ ഈ കോമ്പിനേഷനുകളിൽ ഏറ്റവും നമുക്ക് ബെറ്റർ ആയിട്ട് ഇരിക്കുന്നത് ബി ആണ്. ബി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 17,000 കൊണ്ടുവരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല കോമ്പിനേഷൻ ബി.